നമസ്കാരം. മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. അഫാന്റെ വിഷയത്തിൽ കുറെ അപ്ഡേറ്റുകൾ വന്നിട്ടുണ്ട്. അതിൽ ഒന്ന് രണ്ടെണ്ണം ഒക്കെ നമ്മൾ മലയാളി വാർത്ത ചർച്ച ചെയ്തിട്ടുണ്ട്. എന്നാൽ അതിൽ ചർച്ച ചെയ്യപ്പെടാതെ പോയ എന്നാൽ ഏറ്റവും പ്രധാനപ്പെട്ടതായിട്ടുള്ള ഒരു വിഷയമുണ്ട്. അതിനെക്കുറിച്ച് നമുക്കൊന്ന് ഡിസ്കസ് ചെയ്യാം. അഫാന്റെ ജയിലിലെ വിവരങ്ങളൊക്കെ പുറത്തേക്ക് വന്നിട്ടുണ്ട്. അമ്മ ഷെമി അവരിപ്പോൾ ആത്മഹത്യ ചെയ്യും എന്നുള്ള വിവരങ്ങൾ ബന്ധുക്കളോട് കാണാൻ വരുന്നവരോടൊക്കെ അത് തന്നെയാണ് ആവർത്തിക്കുന്നത്. ഞാൻ അഫ്സാന്റെ കൂടെ പോകും എന്നുള്ളതാണ്. എന്നാൽ അഫാനെ ഇപ്പോൾ തെളിവെടുപ്പിന് വേണ്ടി കൊണ്ടുപോയിട്ടുണ്ട്. തെളിവെടുപ്പിന് കൊണ്ടുപോകാതിരിക്കാൻ മാക്സിമം ശ്രമിച്ചിരുന്നു അഫാൻ. അതിന്റെ ആയിരുന്നു ഒരു ആത്മഹത്യാ നാടകം നമ്മൾ കണ്ടത്. എന്നാൽ പോലീസ് അതൊന്നും വകവെച്ചില്ല. കാരണം അന്വേഷണത്തോട് ഒട്ടും സഹകരിക്കാത്ത നിലപാടാണ് അഫാൻ പുറത്തെടുക്കുന്നത്. അപ്പോൾ ശക്തമായി തന്നെ പോലീസ് മുൻപോട്ട് പോകുന്നു. ഇവിടെ ഇപ്പോൾ അഫാന്റെ വക്കാലത്ത് ഒഴിഞ്ഞിട്ടുണ്ട്. അഡ്വക്കേറ്റ് ഉവൈസ് ഖാൻ വക്കാലത്ത് ഒഴിഞ്ഞിട്ടുണ്ട്. അത് മാത്രമല്ല ചില ആവശ്യങ്ങളൊക്കെ മുന്നോട്ട് വെച്ചിരിക്കുകയാണ്. അഫാൻ എനിക്ക് മീൻകറി വേണം, ചോറുണ്ണാൻ മീൻകറി ഇല്ലേ എന്നൊക്കെ ഉള്ള ചോദ്യം അഫാൻ ചോദിച്ചു എന്നുള്ള വിവരങ്ങളൊക്കെ പുറത്തേക്ക് വരുന്നുണ്ട്. അതിനൊക്കെ അപ്പുറത്ത് നമുക്ക് റഹീം എന്ന ആ ഒരു മനുഷ്യനെ കുറിച്ച് കൂടി ഒന്ന് ചർച്ച ചെയ്യേണ്ടതുണ്ട്. ശരിക്കും ഈ അഫാന്റെ ജയിലിലെ ജീവിതം ഒരു ഇപ്പോൾ എന്താ പറയുന്നത്, വിലസി നടക്കുകയാണ് എന്ന് നമുക്ക് പറയട്ടെ. പക്ഷെ അല്ല, അയാള് രാത്രി ഉറങ്ങുന്നില്ല എന്ന് പറഞ്ഞു. അപ്പൊ ഇന്നിപ്പോ രാവിലെ ഉണ്ടായിരുന്ന ഈ പ്രശ്നം ആദ്യം എല്ലാവരും പറഞ്ഞിരുന്നു ആത്മഹത്യാശ്രമമാണ്, അതില്ലെങ്കിൽ നാടകമാണ് എന്നെല്ലാം പറഞ്ഞിരുന്നു. പക്ഷെ സംഭവം BP കുറഞ്ഞതാണെന്ന് പറയുന്നുണ്ട്. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ ഈ കുട്ടിക്ക് രാത്രി ഉറക്കമില്ല. അപ്പൊ രാത്രി ഉറങ്ങാതെ ഓരോന്നെല്ലാം ഇങ്ങനെ പിറുപിറുക്കുന്ന പോലെയൊക്കെ പറയുന്നുണ്ട് എന്നൊക്കെ പറയുന്നു. അപ്പൊ മാനസിക നിലയിൽ ഒരു ചെറിയ വിഭ്രാന്തി കാണിക്കുന്നുണ്ട്. ഒരു പക്ഷെ ഈ 6 പേരെ കൊന്നതിന്റെ ഒരു 5 പേരെ കൊന്നതിന്റെ ഒരു ആഫ്റ്റർ എഫക്റ്റ് ആകാം, അല്ലെങ്കിൽ ഈ അമ്മ എല്ലാം അറിഞ്ഞല്ലോ എന്നുള്ള ഇതായിരിക്കാം. ഇതൊന്നും അല്ലെങ്കിൽ തെളിവെടുപ്പിന് പോകണം എന്ന് പറയുന്നതിനോടുള്ള ഒരു പേടിയായിരിക്കാം. പേടി എന്നല്ല, ജനങ്ങൾ ഇളകും എന്നതിനേക്കാൾ അപ്പുറത്തേക്ക് വീണ്ടും ആ ബന്ധുക്കളെ കാണേണ്ടി വരും. അതെ, വീണ്ടും അതേ വീട്ടിലേക്ക്, ഇവൻ കൊന്ന അതേ സ്ഥലത്തേക്ക് വീണ്ടും പോകാനുള്ള ഒരു കരളുറപ്പ് അവനില്ല എന്നാണ് തോന്നുന്നത്. അല്ല, അതുകൊണ്ടാണ് ഇത്രയും ഡിസ്റ്റർബ്ഡ് ആയിട്ടിരിക്കുന്നത്. അവിടേക്ക് പോകേണ്ടി വരുന്നു, വീണ്ടും ചെയ്ത കുറ്റകൃത്യങ്ങൾ വിവരിക്കേണ്ടി വരും. അത് മാത്രമല്ല അച്ഛനെ നേരിട്ട് കാണണം. അപ്പോൾ അതിന്റെ ഒരു ഭയം, അച്ഛനെ എങ്ങനെ പേടിയുണ്ട്. അപ്പോൾ അതൊക്കെ ആയിരിക്കാം അഫാനിലുള്ള ഒരു, പക്ഷേ അഫാനിൽ അങ്ങനെ പശ്ചാത്താപം ഉള്ളതായിട്ടോ അല്ലെങ്കിൽ പശ്ചാത്താപം എന്നല്ല, ചെയ്തു പോയി. ഇനിയിപ്പോ അവനാകെ പറയുന്നത് ഇതെല്ലാം തന്നെ അച്ഛന് വേണ്ടി അമ്മയ്ക്ക് വേണ്ടി ചെയ്തതാണ്, കുടുംബത്തിലുള്ള അത് തന്നെ കടം വീട്ടാൻ വേണ്ടി. അത് കള്ളമാണെന്ന് ഇപ്പോൾ വ്യക്തമായിട്ടുണ്ടല്ലോ. കാരണം നാട്ടിലെ അമ്മയും അഫാനും ചേർന്നുണ്ടാക്കിയ സാമ്പത്തിക ബാധ്യതകളെ കുറിച്ച് റഹീമിന് അറിയില്ല. അതിന്റെ വിവരങ്ങൾ പോലീസ് തന്നെ വെളിപ്പെടുത്തി. 65 ലക്ഷത്തോളം കടമുണ്ട് എന്ന് പറയുന്നു. ഈ കടം എങ്ങനെ വന്നു? ഇത് മാത്രമല്ല, മറ്റൊരു പ്രധാനപ്പെട്ട പോയിന്റ് കൂടിയുണ്ട്. ഇവർക്ക് സാമ്പത്തികമായി വലിയ ബാധ്യതകൾ ഉണ്ട് എന്ന് ബന്ധുക്കൾക്കും നാട്ടുകാർക്കും ഒക്കെ അറിയാം. അങ്ങനെയുള്ള ഈ അഫാനും അമ്മയും കടം ചോദിക്കുമ്പോൾ ഇത്രത്തോളം തുക കൊടുത്തതാരാ? എനിക്ക് തോന്നുന്നു പലിശക്ക് കടം കൊടുക്കുന്ന ആൾക്കാരുടെ കയ്യിൽ നിന്ന് വാങ്ങിയിട്ടുണ്ട്. അല്ല, പക്ഷെ ഈ പലിശയ്ക്ക് കടം കൊടുക്കുന്ന ആൾക്കാരുണ്ടെങ്കിലും ആ നാട്ടിലുള്ളവരായിരിക്കണമല്ലോ, അവർക്ക് ഇതിനെക്കുറിച്ച് അറിയാം. അല്ലെങ്കിൽ മണി ആപ്പ് പോലുള്ള എന്തിലെങ്കിലും ഇടപെട്ടിട്ടുണ്ടായിരിക്കാം. അതല്ലാതെ ഇത്ര അധികം, പക്ഷെ മണി ആപ്പിൽ വിടണമെങ്കിലും അതിനും അതിൻ്റെതായിട്ടുള്ള ഒരുപാട് മാനദണ്ഡങ്ങളൊക്കെ ചെയ്യാനുണ്ട്. അപ്പൊ എന്തായാലും ഇത്രയും കടങ്ങളുണ്ടെന്നാണ് പറയുന്നത്. 12 പേരിൽ നിന്ന് കടം വാങ്ങിയിട്ടുണ്ടെന്നാണ് പറയുന്നത്. അപ്പോൾ ഇവരുടെ ഈ ചുറ്റുപാടുകളൊക്കെ അറിയാമായിരുന്നിട്ടും ഈ 12 പേർ എന്തിന്റെ ഉറപ്പിലാണ് ഇവർക്ക് കടം കൊടുത്തത്? ഒരുപക്ഷെ റഹീം വിദേശത്താണ്, അതും പിന്നെ ബന്ധുക്കളും ഒക്കെ തന്നെയായിരിക്കാം കൊടുത്തിരിക്കുന്നത്. പക്ഷെ ഇതിനെല്ലാം തന്നെ സത്യം പറയണമെന്നുണ്ടെങ്കിൽ ഒന്നുകിൽ അഫാൻ സത്യം പറയണം, അല്ലെങ്കിൽ ഷെമി സത്യം പറയണം. ഇവര് രണ്ടുപേരും ആത്മഹത്യ ചെയ്യും എന്നല്ലാതെ മറ്റൊന്നും തന്നെ ഉരിയാടുന്നില്ല. ഇപ്പോ രണ്ടാമത്തെ മകൻ അവസാനം മരിച്ചതില് ഷെമി ഭയങ്കര സങ്കടം പറയുന്നുണ്ട്. സങ്കടമല്ല, അവരുടെ അവസ്ഥ വളരെ പരമദയനീയമാണ്. പക്ഷെ അവരോടുള്ള എല്ലാ അനുകമ്പയോടും കൂടി തന്നെ പറയുകയാണ്. ഇപ്പോഴും അവര് പക്ഷെ പലതും മൂടി വെക്കുന്നുണ്ട്. ഇപ്പോഴും അവര് തുറന്ന് സംസാരിക്കുന്നില്ല. അവരിപ്പോഴും റഹീമിനോടും പറയുന്നത് ഞാൻ മരിക്കും ഇക്ക എന്ന് മാത്രമേ പറയുന്നുള്ളൂ. എന്താണ് ഇവിടെ സംഭവിച്ചത്? അറ്റ്ലീസ്റ്റ് അവർക്ക് ഭർത്താവിനോടെങ്കിലും ഇപ്പോഴും അവരതൊന്നും തുറന്നു പറയുന്നത്. അപ്പൊ എന്താണ് ഇവിടെ സംഭവിച്ചത് എന്നുള്ളത് ഇപ്പോഴും ദുരൂഹമായിട്ട് തന്നെ തുടരുകയാണ്. നമ്മളിപ്പോ അഫാന് പശ്ചാത്താപമില്ല, അല്ലെങ്കിൽ ചെയ്തു പോയ തെറ്റിനെ കുറിച്ചുള്ള ഒരു കൂസലും ഇല്ലാതെ, അല്ലെങ്കിൽ പിന്നെ എങ്ങനെയാണ് ജയിൽ അധികൃതരോട് എനിക്ക് മീൻകറി ഇല്ല എന്നൊക്കെ അതെങ്ങനെയാണ് പറയാൻ കഴിയുക? അപ്പോൾ അതിൽ തന്നെ വ്യക്തമാകുന്നുണ്ട് അവന്റെ
അവരൊരു ആർഭാട ജീവിതമായിരുന്നു. എത്ര ഇല്ലായ്മയോലും ആ ഇല്ലായ്മ അറിഞ്ഞു ജീവിക്കാനല്ല അവർ ശ്രമിച്ചിട്ടുള്ളത്. എന്തെല്ലാം കഷ്ടപ്പാടുകൾ ഉണ്ടെങ്കിലും അതൊന്നും പുറത്തറിയിക്കാതെ ഈ മക്കളെ എല്ലാ സുഖ സൗകര്യങ്ങളും കൊടുത്തിട്ടാണ് വളർത്തിയിരിക്കുന്നത്. അതുകൊണ്ടാണ് അവന് ഭക്ഷണം കഴിക്കാൻ പറ്റുന്നില്ല. ജയിലിലാണെന്നുള്ള യാഥാർത്ഥ്യം അവനറിയാം. അവൻ 5 പേരെ കൊന്നു വന്നതാണെന്നറിയാം. ഉമ്മ ഇപ്പം ദയനീയമായ സ്ഥിതിയിൽ ജീവിച്ചിരിക്കുന്നു എന്ന വിവരം അറിയാം. അതും അവൻ കാരണമാണെന്നറിയാം. അച്ഛൻ വന്നിട്ടുണ്ട്. പക്ഷെ ഇതെല്ലാം ആണെങ്കിലും അവൻ പറയുന്നത് അവന് ഭക്ഷണം കഴിക്കാൻ പറ്റുന്നില്ല, കാരണം അവന് മീൻകറിയില്ല. ഉറങ്ങാൻ പറ്റുന്നില്ല, കാരണം അവന് അതിനുള്ള സൗകര്യങ്ങളില്ല. പക്ഷെ ഇതിൽ നിന്നൊക്കെ വ്യത്യസ്തനാണ് കേട്ടോ ഈ അഫ്സാൻ എന്ന് പറയുന്ന ആ കുഞ്ഞുകുട്ടി. കാരണം ബന്ധുക്കളൊക്കെ ആ കുട്ടീനെ കുറിച്ച് പറയുന്നുണ്ട്. അതായത് ആകെ വാശി പിടിക്കുന്നത് മന്തിക്ക് വേണ്ടി മാത്രമാണ്. അവന് കണ്ടാൽ തന്നെ മനസ്സിലാകും ഒരു ഇത്തിരി സൈസൊക്കെ ഉള്ള ഒരു ഗുണ്ടു കുട്ടിയാണ് അവൻ. അപ്പോ അവന് വാശി ഉണ്ടായിരുന്ന കാര്യം എന്ന് പറയുന്നത് മന്തി വേണം, അല്ലാതെ ബാക്കിയൊക്കെ ഉമ്മയുടെ ബുദ്ധിമുട്ടുകൾ അവൻ കാണുന്നുണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ട് അങ്ങനെ ഒരു വലിയ വാശിക്കാരനൊന്നും ആയിരുന്നില്ല അഫ്സാൻ എന്ന് കുടുംബക്കാർ പറയുന്നു. പക്ഷേ 23 വയസ്സിലും വാശിയും വൈരാഗ്യവും എല്ലാം ഉണ്ടായിരുന്നത് അഫാന് മാത്രമായിരുന്നു. അപ്പോൾ അതായത് ആ കുഞ്ഞുകുട്ടിക്ക് ഉള്ള ഒരു വിവേകം പോലും ഇല്ലാത്ത ഒരാളായിരുന്നു അഫാൻ. ഒരു പക്ഷെ ഈ കടങ്ങൾ ഉണ്ടാകുമ്പോഴും അവനെയും കൂടെ ചേർത്ത് നിർത്തി സംരക്ഷിക്കേണ്ട ഒരാളാണ് അഫാൻ എന്ന് പറയുന്നത്. പക്ഷെ ആ കരങ്ങൾ തന്നെയാണ് അവന്റെ ജീവൻ. നമുക്ക് റഹീമിന്റെ വിഷയത്തിലേക്ക് തന്നെ അതിനു മുമ്പ് ഇപ്പൊ വന്ന ഏറ്റവും വലിയ അപ്ഡേഷൻ ആണിരുന്നു ഈ അഫാന്റെ വക്കാലത്ത് ഒഴിഞ്ഞു എന്നുള്ളത്. അഡ്വക്കേറ്റ് കെ ഉവൈസ് ഖാൻ ആണ്. അദ്ദേഹം അത് ഒഴിഞ്ഞു. പാർട്ടി ഇടപെട്ടു. ആര്യനാട് ബ്ലോക്ക് കോൺഗ്രസ് പ്രസിഡന്റ് ആയിരുന്നു ഈ ഉവൈസ് ഖാൻ. അപ്പൊ കേസ് ഏറ്റെടുത്തപ്പോ അതിനെതിരെ KPCCക്ക് പരാതി കിട്ടിയിരുന്നു. അപ്പൊ വക്കീലിന് അങ്ങനെ ഒരു നീക്കം വന്നാൽ അഫാന്റെ കേസ് വക്കീൽ ഏറ്റെടുക്കുകയാണെങ്കിൽ അത് കോൺഗ്രസിന് അവമതി ഉണ്ടാകും എന്നാണ് പറയുന്നത്. അതുകൊണ്ട് തന്നെ കേസിൽ ഹാജരാകുന്നത് വിലക്കണം എന്ന് പറഞ്ഞ യൂത്ത് കോൺഗ്രസ് തിരുവനന്തപുരം വൈസ് പ്രസിഡന്റ് സൈദലി പരാതി നൽകിയെന്ന് പറയുന്നു. ഇതിന് പിന്നാലെയാണ് അദ്ദേഹം വക്കാലത്തൊഴിഞ്ഞു എന്ന് പറയുന്നതാണ് ഇപ്പൊ ഏറ്റവും പുതുതായിട്ട് വന്ന ഒരു അപ്ഡേഷൻ. അപ്പൊ ഇതിൽ ഇനിയിപ്പോ ആരാണ് ഇനി അഫാന്റെ വക്കാലത്ത് ഏറ്റെടുക്കുക എന്നറിയില്ല. നമ്മുടെ സ്ഥിരം കക്ഷികൾ ആരെങ്കിലും ഒന്നും പറഞ്ഞിട്ടില്ല. സാധാരണ ഇങ്ങനെയുള്ള സെൻസേഷനായ കേസുകളിൽ ഞാൻ കേസ് ഏറ്റെടുക്കും എന്ന് പറയുന്ന ഒരു നിലപാട് ആളൂരിനുണ്ട്. അപ്പൊ എന്തായാലും നമുക്ക് ഗ്രീഷ്മയുടെ കേസിന്റെ പിന്നാലെ കുറെ പോയതാണ്. അപ്പൊ എന്തായാലും ഇത് നമുക്ക് പ്രതീക്ഷിക്കാവുന്ന ഒരു കാര്യമാണ്. കാരണം ഇപ്പൊ വക്കാലത്ത് ഒഴിഞ്ഞിരിക്കുകയാണ്. ഇനി ആരാണ് അത് ഏറ്റെടുക്കുക എന്നുള്ളതിനെ കുറിച്ചൊരു സംശയം മാത്രമേ ആളൂർ എത്തിക്കഴിഞ്ഞാൽ കേമായിരിക്കും. കാരണം ഈ അഫ്സാനെ മറ്റേ വെളുപ്പിച്ചുകൊണ്ടുള്ള ചില പ്രസ്താവനകളൊക്കെ അവന് കുടുംബം കടമുണ്ടാക്കി വെച്ചതുകൊണ്ടല്ലേ എന്നൊക്കെയുള്ള ഒരു ഇത്. പക്ഷെ നമുക്ക് റഹീം എന്ന ആ ഒരു മനുഷ്യനിലേക്ക് തന്നെ വരാം. ഇതിനിടയ്ക്ക് മറ്റൊരു കാര്യം കൂടെ ഒന്ന് പറഞ്ഞോട്ടെ. ഫർസാന അവരുടെ കുടുംബത്തെ കുറിച്ചുള്ള ഒരു വിവരങ്ങളും അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് ആ കുടുംബം തന്നെ അവര് ഒന്നും പറയാൻ തയ്യാറാകുന്നില്ല. കാരണം ഉമ്മയും ഉപ്പയും ഒക്കെ വളരെ തകർന്ന ഒരു അവസ്ഥയിലാണ്. നമുക്കറിയാം റംസാൻ കാലമാണ്, പുണ്യ മാസമാണ്. എന്നിട്ടും ഒരു ദുരന്തത്തിന് നടുവിൽ നിൽക്കേണ്ടി വരുന്ന ഒരുപാട് കുടുംബങ്ങള് ഈ പറയുന്ന പോലെ തന്നെ ദുരന്ത മുഖത്താണ്. ഷെമിയുടെ അതേ അവസ്ഥയിൽ തന്നെയാണ് അവിടുത്തെ ഉമ്മയും ഉള്ളത്. അപ്പോൾ അവരുടേതും ഏറ്റവും അവർക്ക് നഷ്ടപ്പെട്ടതുപോലെ മറ്റാർക്കും നഷ്ടപ്പെട്ടിട്ടില്ലല്ലോ. അപ്പോൾ നഷ്ടങ്ങളുടെ കണക്ക് മാത്രമാണ് ഇരു കുടുംബങ്ങൾക്കും പ്രധാനമായിട്ടുള്ളത്. അപ്പൊ നമുക്ക് റഹീമിന്റെ ഒരു അവസ്ഥയിലേക്ക് വരാം. അദ്ദേഹം ആ മനുഷ്യനെ കുറിച്ച് എന്താണ് പറയേണ്ടത്? എല്ലാം തകർന്ന ഭാര്യയോട് ഇപ്പോഴും സ്നേഹമുണ്ട്, അല്ല ഒരിക്കലും കുറ്റപ്പെടുത്തുന്നില്ല. അതല്ല, ആ ഒരു പോയിന്റാണ് ഏറ്റവും പ്രധാനപ്പെട്ടത്. കാരണം ഇത്രത്തോളം കടങ്ങൾ ഉണ്ടാക്കി വെച്ചു എന്ന് പറയുന്നു, പക്ഷെ അദ്ദേഹം അതിനെക്കുറിച്ച് ചോദിക്കുന്നില്ല. മറ്റൊരു വിഷയം, 2 മക്കളെ നഷ്ടപ്പെട്ടിട്ടും ആ മനുഷ്യൻ ഇപ്പോഴും പിടിച്ചു നിൽക്കുന്നത് ഷെമി എന്ന് പറയുന്ന അദ്ദേഹത്തിന്റെ ഭാര്യ ജീവനോടെ ഉണ്ട് എന്നുള്ളതുകൊണ്ടാണ്. ഒരു പ്രതീക്ഷയുള്ളത് അത് മാത്രമാണ്. അതായത് അവളെയെങ്കിലും തിരിച്ചു കിട്ടിയല്ലോ എന്നുള്ള ഒരു ആശ്വാസം. ഇതിന്റെ ഇടയിൽ ഷെമി തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലേക്ക് മാറ്റും. സാമ്പത്തിക ബുദ്ധിമുട്ടുകൾ ഉള്ളതുകൊണ്ട് ഇപ്പൊ ഗോകുലം മെഡിക്കൽ കോളേജിലാണ് അവിടെ. അതുപോലെ ആരോഗ്യനില കുറച്ചുകൂടി വഷളായിട്ടുണ്ട് ഇന്നലെ മുതലെന്നും പറയുന്നു. കാരണം ഈ വിഷയം അറിഞ്ഞത് പിന്നെ സൈക്യാട്രിസ്റ്റിന്റെ അടുത്ത് വെച്ചിട്ടാണ് അഫ്സാൻ മരിച്ചത് പറഞ്ഞിട്ടുള്ളത്. ബാക്കിയുള്ള ഒന്നും പറഞ്ഞിട്ടില്ല. അപ്പൊ പറഞ്ഞാൽ എങ്ങനെയാണ് അതിനോട് പ്രതികരിക്കുക, അത് താങ്ങാനുള്ള ശക്തി ഉണ്ട് എന്നുള്ളത് അവർക്ക് ഉറപ്പായിട്ടില്ല. അപ്പൊ നമ്മൾ പറയുന്നത്, അതായത് ഇത്രത്തോളം ഭൂമിയോളം താഴ്ന്നു നിൽക്കുന്ന ഒരു മനുഷ്യൻ, സകലതും നഷ്ടപ്പെട്ടു പോയ, പ്രതീക്ഷകളെല്ലാം നഷ്ടപ്പെട്ടു പോയ ഒരു മനുഷ്യൻ, പക്ഷെ ആകെ ഒരു ആശ്വാസം ഭാര്യ ഉണ്ട് എന്നുള്ളത്, ജീവനോടെ ഉണ്ട് എന്നുള്ളതാണ്. പക്ഷെ ഇപ്പോഴും ഈ ഷെമി എന്ന് പറയുന്ന ആ ഉമ്മ
അവരുടെ ഭർത്താവിനോട് എന്താണ് നീതികേട് തന്നെയല്ലേ? കാരണം ആത്മഹത്യ ചെയ്യും. അപ്പോൾ അവരുടെ ഭാഗം മാത്രമാണ് പറയുന്നത്. സേഫ് ആക്കി ഞാൻ അഫ്സാന്റെ കൂടെ പോകുമെന്ന് പറയുന്നു. അപ്പൊ പിന്നെ റഹീമിന് ആരുണ്ട് എന്നുള്ളതിനെ കുറിച്ചൊരു ചിന്ത പോലും വരുന്നില്ല. അത് എന്തുകൊണ്ടാണ്? ഇനി കുറ്റബോധം കൊണ്ടാണോ? അവര് കൂടി അറിഞ്ഞതാണോ? അല്ലെങ്കിൽ അവർക്ക് അഫാനെ നേർവഴിക്ക് നടത്താൻ പറ്റിയില്ല എന്നുള്ളതിന്റെ കുറ്റബോധമാണോ? എന്തായിരുന്നു പ്രശ്നമെന്ന് നമുക്ക് അറിയാൻ പറ്റുന്നില്ല. പക്ഷെ റഹീം ഇപ്പോഴും അയാളൊന്നും പറയുന്നില്ല. എന്താണ് പറയാനാണ്? കാരണം എന്ത് പറയാ, ഇത്രത്തോളം വലിയൊരു ദുരന്തം ഉണ്ടായിട്ട് പിടിച്ചു നിൽക്കുന്നല്ലോ. അത് തന്നെ ഒരു ആ മനുഷ്യന്റെ ഒരു കരുത്താണത്. അപ്പോഴാണ് ആകെയുള്ള ഭാര്യ കൂടി പറയുകയാണ് ഞാൻ ആത്മഹത്യ ചെയ്യും, ഞാൻ മകന്റെ കൂടെ പോകും എന്ന് പറയുന്നു. അപ്പോൾ പിന്നെ ആ മനുഷ്യൻ പിന്നെ എന്താണ്, എങ്ങനെ അദ്ദേഹം ജീവിക്കും? അതിനെക്കുറിച്ചൊന്നും ഷെമി എന്ന് പറയുന്ന ഈ ഉമ്മയ്ക്ക് ഒരു വേവലാതിയും ഇല്ല, അല്ലെങ്കിൽ ഒരു ചിന്തയില്ല, അല്ലെങ്കിൽ ഒരു നിമിഷത്തേക്കെങ്കിലും ചിന്തിക്കാം അദ്ദേഹം ഇപ്പോഴും നിൽക്കുന്നത് എനിക്ക് വേണ്ടിയാണ്. അതൊന്നും ചിന്തിക്കാതെ സ്വാർത്ഥത കാണിക്കുകയാണ് എന്ന് പറയേണ്ടി വരും. കാരണം ഞാൻ അങ്ങ് ഇല്ലാതാകുകയാണ്, പിന്നെ ഒന്നിനും മറുപടി പറയണ്ട. ആരുടെ ഇപ്പൊ ഈ കടം വാങ്ങിയിട്ടുണ്ട് എന്ന് പറയുന്നുണ്ടല്ലോ, അവരൊക്കെ വന്ന് ചോദിക്കുമ്പോൾ മറുപടി പറയണ്ട, ഈ മക്കളില്ലാത്തതിന്റെ വേദന അറിയണ്ട. അപ്പോൾ ഞാൻ അങ്ങ് പോകുകയാണ് എന്ന് പറയുമ്പോൾ എല്ലാം കഴിഞ്ഞു. പക്ഷെ ഇതിനെല്ലാം മുൻപിൽ വീണ്ടും നിവർന്നു നിൽക്കേണ്ട ഒരു ഗതികേട് വരുന്നത് ആ മനുഷ്യനാണ്. ഇപ്പോൾ തന്നെ ഇപ്പോ കടം കൊടുത്തിട്ടുള്ളവരിൽ പലരും ഇതോ കേസ് ആയതുകൊണ്ട് ചോദിക്കാൻ വരുന്നില്ല എന്നുള്ളതാണ്. പക്ഷേ ബാധ്യത റഹീമിന്റെ തലയിൽ തന്നെയാണ് ഉറപ്പായിട്ടും. അപ്പോൾ അദ്ദേഹം തന്നെ പറയുന്നുണ്ട് 15 ലക്ഷം ഞാൻ അറിഞ്ഞ കടമാണ്, അത് വീട്ടാൻ എനിക്കറിയാം, അല്ലാതെ അതിന് ഞാൻ എന്റെ മക്കളെ പോലും ബുദ്ധിമുട്ടിച്ചിട്ടില്ല എന്ന് പറയുന്ന ഒരു മനുഷ്യനെ 10-65 ലക്ഷം രൂപയുടെ കടമുണ്ടാക്കി വെച്ചത് അതെങ്ങനെയാണെന്ന് പോലും അദ്ദേഹത്തിന് അറിയില്ല. ഈ കടം എങ്ങനെയുണ്ടായി, ഇത് ഷെമിയും കൂടെ അതിന്റെ പങ്ക് പറ്റിയോ, അതോ മകൻ തന്നെ ഉണ്ടാക്കി വെച്ച കടമാണ്? ഇതിനെക്കുറിച്ചൊന്നും ആ മനുഷ്യന് അറിയില്ല. അപ്പോഴും ഞാൻ അങ്ങ് പോകുകയാണ് എന്നുള്ള ഒരു ഒറ്റ വാക്കിൽ ഷെമി എല്ലാം അവസാനിപ്പിക്കാൻ. അല്ല, ഒരുപക്ഷെ ഇദ്ദേഹത്തിന്റെ ഇപ്പോൾ അവർ ആശുപത്രി കിടക്കയിലായതുകൊണ്ട് തന്നെ ചുറ്റും നഴ്സുമാരും മറ്റുള്ളവരും ഒക്കെ ഉണ്ട്. ഷെമി കുറച്ച് സമയമെടുക്കും അവർ പഴയ ഒരു നിലയിലേക്ക് എത്താൻ. അങ്ങനെ എത്തുന്ന ഒരു സമയത്തും ഇതേ ഒരു ചിന്തയോടുകൂടി അവർ മുൻപോട്ട് പോകുകയാണ്. അങ്ങനെ എന്തെങ്കിലും അവർ ചെയ്തു പോയാൽ പിന്നെ ആ മനുഷ്യന്റെ ഒരു അവസ്ഥ എന്താണ്? പ്രത്യേകിച്ച് ഇതിലൊന്നും പറയാനില്ല. കാരണം ഇവര് ഷെമി രക്ഷപ്പെടാനുള്ള ഒരു ശ്രമം നടത്തുന്നു. അതോ അവർക്ക് ഇപ്പോഴുള്ള അവസ്ഥയെ കുറിച്ച് കൂടുതൽ അറിയാഞ്ഞിട്ടാണോ, അതോ ദേഹത്തിന്റെ അസ്വാസ്ഥ്യം, മാനസികമായ ബുദ്ധിമുട്ട്, ഇതെല്ലാമാണോ? എന്തായാലും ഡോക്ടർമാരും ഒരു കൃത്യമായ ഉത്തരം പറയുന്നില്ല. അവരോട് എല്ലാവരും മരിച്ച കാര്യം പറയാനുള്ള അവസ്ഥ ഇപ്പൊ ഇല്ല എന്ന് പറയുന്നു. എന്തായാലും ഇവർക്ക് മുന്നിലും അഫാന്റെ മുന്നിലും എപ്പോഴും പോലീസിനാണ് ഏറ്റവും കൂടുതൽ പ്രശ്നമായിരിക്കുന്നത്. പോലീസ് ഉറക്കമൊഴിച്ച് തന്നെ ഇവർക്ക് കാവൽ നിൽക്കേണ്ട അവസ്ഥയാണ്. അഫാന്റെ ജയിലറയ്ക്ക് മുൻപിലും 24 മണിക്കൂറും പോലീസിന്റെ കാവലുണ്ട്. ഇവരെയും ഷെമിയെയും എല്ലായ്പ്പോഴും നിരീക്ഷണത്തിലാണ്. കാരണം എപ്പോഴാണ് എന്താണ് ഇവർ ചെയ്യുക എന്നുള്ളതിനെ കുറിച്ചൊരു ഉറപ്പില്ലാത്ത അവസ്ഥ. ഏതായാലും ഈ വിശുദ്ധ മാസത്തില് ഇത് വളരെ സങ്കടകരമായ ഒരു വിഷയം തന്നെയാണിത്. ചോദ്യം ചെയ്യലിന് തെളിവെടുപ്പിന് കൊണ്ടുപോകുന്ന സമയത്തും നോമ്പ് തുറക്കുന്ന സമയത്തല്ല പോലീസ് തെളിവെടുപ്പിന് കൊണ്ടുപോയത്. അതിനുശേഷം, അതായത് അവരുടെ വിശ്വാസത്തെ പോലും വ്രണപ്പെടുത്താത്ത രീതിയിലാണ് പോലീസ് ക്ഷമയോട് അവർ നിൽക്കുന്നത് എന്നുള്ളതാണ്. ചില കമന്റുകളൊക്കെ വരുന്നുണ്ട്, ഇവനോടൊക്കെ 3-ാം മുറയാണ് പ്രയോഗിക്കേണ്ടത്, അങ്ങനെ പ്രയോഗിക്കുമ്പോഴത്തേക്ക് സത്യം ഉള്ളതുപോലെ പറയും. ഇതിങ്ങനെ ക്ഷമയോടെ നിൽക്കുന്നത് കൊണ്ടാണ്. പക്ഷെ നമ്മൾക്ക് അങ്ങനെ പോലീസുകാർക്ക് നമ്മള് ഈ പണ്ടത്തെ കുട്ടമ്പുള്ള പോലീസിന്റെ കാര്യമൊക്കെ പറയും, പേടിയില്ലാത്തതുകൊണ്ടാണ് ഈ മീൻകറി ഉണ്ടെങ്കിൽ ഊണ് കഴിക്കൂ എന്നുള്ള വാശിയെല്ലാം വരുന്നത്. അതല്ലെങ്കിൽ ഇത്തരം ഒരു സംഭാഷണത്തിലേക്ക് കാര്യങ്ങൾ എത്തില്ലായിരുന്നു. ഈ സാധാരണ ഒരു ക്രിമിനൽ സ്വഭാവമുള്ള പ്രതികളെ ചോദ്യം ചെയ്യുന്നത് പോലെയല്ല കേഡല് അല്ലെങ്കിൽ പ്രജിൻ, ഈ പറയുന്ന അഫാൻ, ഇവരെയൊക്കെ ചോദ്യം ചെയ്യുമ്പോൾ അങ്ങേയറ്റത്തെ ക്ഷമ ആവശ്യമാണ്. അപ്പോൾ അത് പോലീസ് അതിന് തയ്യാറാകുന്നുണ്ട്. ഇപ്പോ ഷെമിയോട് പോലും കാര്യങ്ങൾ തുറന്നു പറയൂ എന്ന് പോലീസ് പറഞ്ഞിരിക്കുന്നത് തെളിവെടുപ്പിന് ഇവനെ കൊണ്ടുപോകുന്ന ഒരു സാഹചര്യം ഉള്ളത് കൊണ്ടാണ്. ഷെമിയോടും കാര്യങ്ങൾ തുറന്നു പറയൂ, കാരണം അവരെങ്കിലും സത്യങ്ങൾ പറയണം എന്നുള്ളത് കൊണ്ടാണ്. പക്ഷെ അഫ്സാൻ മരിച്ചു എന്നറിഞ്ഞിട്ട് പോലും അഫാനെ എതിരെ ഒരു വാക്ക് ഇതുവരെ ഷെമി പറഞ്ഞിട്ടില്ല എന്നുള്ളതാണ്. മകനെ പോയോ എന്ന് ചോദിക്കുന്നുണ്ട് എന്നല്ല, എന്റെ മകനെ അവൻ കൊന്നു,
അതെ എന്ന് ചോദിക്കും. അവിടെയാണ് നമ്മള് ഈ തുടക്കത്തിൽ നമ്മളൊരു ചർച്ചയിൽ പറഞ്ഞിരുന്നു. അതായത് അഫ്സാൻ എന്താ അവൻ എന്നെ കാണാൻ വരാത്തത് എന്താ, അവന് പരിക്കുകളൊന്നും പറ്റിയിട്ടില്ലല്ലോ, പരിക്കുകളൊന്നും അപ്പോൾ പറ്റിയിട്ടില്ല, അവർക്ക് ഭയം ഉണ്ടായല്ലോ. എന്ന് അപ്പൊ അവർക്ക് ചോദിക്കുന്നുണ്ട്. ഭയം ഉണ്ടായിരുന്നു അഫ്സാന്റെ അതായത് അഫാന്റെ അടുത്താണ് അഫ്സാൻ ഉള്ളത്, അവനെ എന്തെങ്കിലും ചെയ്യുമോ എന്നുള്ള പേടി അവർക്കുണ്ട്. പക്ഷെ എന്തെങ്കിലും ചെയ്യുമോ എന്നുള്ളൊരു പേടി, അല്ലെങ്കിൽ ചിലപ്പോൾ ആക്രമിക്കുകയോ അങ്ങനെ എന്തെങ്കിലും ചെയ്യുമോ എന്നുള്ളൊരു പേടി ഉണ്ടായിരുന്നെങ്കിലും കൊലപ്പെടുത്തുമെന്ന് കരുതിയില്ല. അതും ഷെമി സ്വപ്നത്തിൽ പോലും കരുതിയില്ല മകൻ അങ്ങനെ ചെയ്യുമെന്നുള്ളത്. കാരണം ഇവൻ പോകുന്നിടത്തെല്ലാം ഈ അഫ്സാനെയും കൊണ്ടാണ് പോകുന്നത്. അപ്പോൾ ഈ അയലത്തുകാരും പറയുന്നുണ്ട് അഫാൻ മറ്റേ വാപ്പൻ നാട്ടിലില്ലാത്തതിന്റെ ഒരു വിഷമം അഫ്സാന് തോന്നാൻ സാധ്യതയില്ല. കാരണം അഫാൻ എല്ലായിടത്തും ഇവനെയും കൊണ്ടാണ് പോകുന്നത്, മന്തി വാങ്ങി കൊടുക്കുന്നത് എന്നൊക്കെ. അപ്പോൾ തന്നെ പണം ചോദിച്ചിട്ട് കൊടുക്കാത്തത് കൊണ്ടുള്ള ദേഷ്യത്തിൽ ഉപദ്രവിച്ചതാണെന്ന് ഷെമി കരുതുന്നുണ്ട്. പക്ഷെ അഫ്സാനെ കൊലപ്പെടുത്തുമെന്ന് അവർ കരുതുന്നില്ല. അപ്പൊ അത് കണ്ടോടുകൂടി അവർക്ക് വലിയൊരു ഷോക്ക് തന്നെയാണ് ഇപ്പൊ സംഭവിച്ചിരിക്കുന്നത്. മാനസികമായി ഒരുപാട് വളരെയധികം നമ്മൾ എത്രയൊക്കെ പറഞ്ഞെന്ന് പറഞ്ഞാലും അമ്മയാണല്ലോ. അതെ. ഇപ്പോൾ അവർക്കും കൊലയാളിയാണെങ്കിൽ കൂടിയും അഫാനെയും അവർ തള്ളിപ്പറയില്ല. കാരണം മകനാണല്ലോ. പക്ഷെ എന്തായാലും ഇതിനൊരു ഉത്തരം കിട്ടണമെന്നുണ്ടെങ്കിൽ ഒന്നുകിൽ അഫാൻ സത്യം പറയണം. പക്ഷെ അതിനുള്ള സാധ്യത വളരെ കുറവാണ്. കാരണം ഇത്ര ദിവസത്തിനുള്ളിലും ആ കുട്ടി ഒന്നും പറഞ്ഞിട്ടില്ല. ഇനിയിപ്പോൾ അങ്ങനെയാണെങ്കിൽ ഷെമിയുടെ വായിൽ നിന്നും എന്തെങ്കിലും വേണമെങ്കിൽ മാത്രമേ ഇതിന്റെ എന്തുകൊണ്ട് ഇങ്ങനെ ചെയ്തു എന്നുള്ള കാര്യം അത്രമാത്രമേ ഇനി അറിയാനുള്ളൂ. കാരണം മരിച്ചുപോയവരാരും തന്നെ ഇനി തിരിച്ചു വരില്ലല്ലോ. എന്താണ് സംഭവിച്ചത്, എങ്ങനെയാണ് കടം, ഫോൺ പരിശോധനയ്ക്കായിട്ട് ഫോറൻസിക്കിന് കൈമാറിയിട്ടുണ്ട്. അതിന്റെ വിവരങ്ങൾ പുറത്തേക്ക് വരുന്നുണ്ട്. സൈബർ സെല്ലിന്റെ ഭാഗത്ത് നിന്നുള്ള വിശദീകരണങ്ങൾ വരണം. അപ്പോൾ അതൊക്കെ കൂടി പുറത്തേക്ക് വരുമ്പോൾ തന്നെ ഏകദേശം ഒരു രൂപമാകും. പക്ഷെ എന്നാലും ഈ അഫാന്റെ ചില നിഗൂഢതകൾ, അതിലേക്ക് ഒരു അന്വേഷണം അത്യാവശ്യമാണ്. ഈ രാത്രികാലങ്ങളിൽ എന്തുകൊണ്ടാണ് ഈ രാത്രികാലങ്ങളിൽ ഇവൻ എവിടെ പോയിരുന്നു? ഇവൻ ഏതെങ്കിലും ഇതിനു മുമ്പ് നമ്മൾ ചർച്ചയിൽ പല പ്രാവശ്യം പറഞ്ഞത് തന്നെ, ഇവൻ ഏതെങ്കിലും ഭീകര സംഘടനയുടെ ഏതെങ്കിലും മതത്തിന്റെ ഭീകര സംഘടനയുടെ അംഗമായിരുന്നുവോ? എങ്ങനെയാണ് അവൻ ഈ ചുറ്റിക ഇത്ര കൃത്യമായിട്ട് ഉപയോഗിക്കാനുള്ള വശം അവന് കിട്ടിയത് എങ്ങനെയാണ്? ഇപ്പൊ പലരും ഇപ്പൊ നമ്മളെ പരിചയമുള്ളവരും കമന്റിലും എല്ലാം പറയാറുണ്ട്, നിങ്ങൾ എന്തിനു വേണ്ടി ഈ അഫാന്റെ കാര്യവും പ്രജിന്റെ കാര്യവും എല്ലാം ഇത്ര അധികം ഹൈലൈറ്റ് ചെയ്ത് സംസാരിക്കുന്നു? ഇവൻ ചുറ്റിക കൊണ്ട് അടിച്ച കാര്യം എന്തിനു നിങ്ങൾ പറയുന്നു? ഇത് മറ്റുള്ളവർക്കും ഒരു പ്രചോദനമാവില്ലേ എന്ന് പറയുന്നു. പക്ഷെ അങ്ങനെ അത് ഇപ്പൊ ഒരാളിത് കേട്ട ഉടനെ തന്നെ എനിക്ക് പറയാനുള്ളത്, ഈ ചുറ്റിയെ കൊണ്ട് അടിക്കലൊന്നും അത്ര എളുപ്പം നടക്കുന്ന കാര്യമല്ല. ഇതിനൊന്നും അറിയുമില്ല. പിന്നെ നമ്മൾ ഇത് പറയുന്നത് കേട്ടത് കൊണ്ട് ഒരിക്കലും നമ്മൾ ഇതിനെ പ്രോത്സാഹിപ്പിച്ചിട്ടല്ല പറയുന്നത്. ഇതിന്റെ ഏറ്റവും വലിയ അപകടം എന്താണെന്ന് തന്നെയാണ് പറയുന്നത്. ഇവരുടെയൊക്കെ ഒരു മനോനില എത്രത്തോളം മാറിയിരിക്കുന്നു എന്നുള്ളത് സമൂഹം മനസ്സിലാക്കണം. അതായത് നമ്മൾ നിസ്സാരമായി കരുതരുത്. ഇത്തരത്തിലുള്ള ഇപ്പോൾ മദ്യം ഉപയോഗിക്കുന്ന ആൾക്കാരെ, ലഹരി ഉപയോഗിക്കുന്ന ആൾക്കാരൊക്കെ നമുക്കറിയാമെങ്കിൽ ശക്തമായ രീതിയിൽ പ്രതികരിക്കണം. അവരോട് ഒരു പ്രതികരണത്തിന് നിന്നിട്ട് കാര്യമില്ല. അത് അറിയിക്കേണ്ടവരെ അറിയിക്കുക, പോലീസിനെയും ബന്ധപ്പെട്ടവരെയും അറിയിക്കുക എന്നുള്ളതാണ് അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത്. നമ്മുടെ ചർച്ചകളുടെ ഉദ്ദേശം ഇത്രയേ ഉള്ളൂ. നമ്മൾ അഫാനെയോ പ്രജിനെയോ ആരെയും തന്നെ മഹത്വവൽക്കരിക്കുകയല്ല ചെയ്യുന്നത്. ഉമ്മയെ നമ്മൾ ചെയ്ത തെറ്റുകൾ തന്നെയാണ് നമ്മൾ വീണ്ടും വീണ്ടും പറയുന്നത്. ഈ ഉമ്മയുടെ കാര്യത്തിൽ നമ്മൾ പറഞ്ഞത് അമ്മമാർക്ക് മനസ്സിലാകണം, അവർക്ക് ഇനിയെങ്കിലും കാര്യങ്ങൾ ബോധ്യപ്പെടണം എന്നുള്ളത് കൊണ്ടാണ്. എന്തായാലും ആ മനുഷ്യൻ റഹീം എന്ന് പറയുന്ന അദ്ദേഹത്തിന് പിടിച്ചു നിൽക്കാനുള്ള ഒരു കരുത്ത് കൊടുക്കട്ടെ. അതാണ് നമുക്ക് പറയാനുള്ളത്. കൂടുതൽ ചർച്ചകളുമായി കാണാം. നമസ്കാരം.